ഒരു പത്രസമ്മേളനം നടക്കുകയാണ്. അത് ജൂൺ 19 എറണാകുളത്ത് വെച്ചാണ് ആ പത്രസമ്മേളനം നടക്കുന്നത്. ആ പത്രസമ്മേളനത്തിൽ പതിവില്ലാത്ത ചില സംഭവ വികാസങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ പത്രസമ്മേളനം നടക്കുമ്പോൾ പത്രപ്രതിനിധികൾ ഉശിരോടെ ചോദ്യം ചോദിക്കുമ്പോൾ അതിനു മുമ്പിൽ ഒരു പ്രതിരോധ സ്വരത്തിലാണ് പത്രസമ്മേളനം നടത്തുന്ന നേതാക്കന്മാർ നിൽക്കുക. പ്രതിരോധ സ്വരത്തിൽ പത്രപ്രവർത്തകർ വളരെ പ്രൊവോക്കേറ്റീവായിട്ട് ചോദിക്കുമ്പോൾ അതിനോടൊക്കെ പതിഞ്ഞ സ്വരത്തിൽ ആണ് രാഷ്ട്രീയ നേതാക്കന്മാർ സാധാരണഗതിയിൽ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്തെ മിക്കവാറും ദിവസങ്ങളിലെല്ലാം നമ്മളൊരു പത്രസമ്മേളനം കാണാറുണ്ട്. ആ പത്രസമ്മേളനത്തിൽ വിശ്വസ്ത വിനീത വിധേയരായിട്ടാണ് പത്രപ്രതിനിധികൾ വന്നിരിക്കാറ്. ഒരു ഹെഡ് മാസ്റ്ററുടെ മുമ്പിൽ നഴ്സറി കുട്ടികൾ ഇരിക്കുന്നത് പോലെ മുതിർന്ന മാധ്യമപ്രവർത്തകർ വന്നിരിക്കുന്നു. അവർ പത്രസമ്മേളനം നടത്തുന്ന ആ നേതാവിന് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്നു. പല അവസരങ്ങളിലും ആ പത്രസമ്മേളനം നടത്തുന്ന ആ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് കൊടുത്തുവിടുന്ന കുറിപ്പടികൾക്കനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു പത്രപ്രവർത്തകർ. ആ ചോദ്യം നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടതായതുകൊണ്ട് തന്നെ എഴുതിക്കൊണ്ടുവരുന്ന ആ രാഷ്ട്രീയ നേതാവ് എഴുതിക്കൊണ്ടുവന്ന മറുപടി അതിന് വായിക്കുന്നു. അലോസരപ്പെടുത്തുന്ന ഒരൊറ്റ ചോദ്യം പോലും ഒരു മാധ്യമപ്രവർത്തകനും ചോദിക്കാറില്ല. ഇത് നമ്മൾ നിരന്തരം കാണുന്ന ഒരു പത്രസമ്മേളനമാണ് തിരുവനന്തപുരത്ത്. അത് സാക്ഷാൽ മുഖ്യമന്ത്രി, ഭരണഘടനാ തലവൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പത്രസമ്മേളനമാണ്. അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ മറ്റുള്ള അവസരങ്ങളിലൊക്കെ തന്നെ പത്രപ്രതിനിധികൾ വളരെ ഉശയോടുകൂടി രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പതിഞ്ഞ സ്വരത്തിലാണ് അതിന് മറുപടി പറയുക. അവർ മിക്കവാറും പ്രതിരോധത്തിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുക. അവിടെയൊക്കെ തന്നെ വിജയശ്രീ ലാളിതരായി പത്രസമ്മേളനം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് പത്രപ്രതിനിധികളാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പത്രസമ്മേളനം നടത്തുന്ന രാഷ്ട്രീയ നേതാവിനെ പ്രതിരോധത്തിലാക്കിയതിൻ്റെ ഒരു ആഹ്ലാദത്തിലാണ് അവർ പത്രസമ്മേളനത്തിൽ നിന്ന് അവർ സാധാരണ പുറത്തു വരിക. എന്നാൽ ജൂൺ 19 എറണാകുളത്ത്, കൃത്യമായി പറഞ്ഞാൽ എറണാകുളത്ത് DCC ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിൽ പതിവിലും ശക്തമായി ഉശിരോടുകൂടി പുലിയെപ്പോലെ ചാടി പത്രപ്രതിനിധികൾ. ഒരേ അവസരത്തിൽ തന്നെ 5-6 പേർ ചോദിച്ചുകൊണ്ടിരുന്നു, ഉശിരോടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ ചോദ്യം ചോദിക്കുന്ന ഉശിരോടുകൂടി ചോദ്യം ചോദിച്ച ആ പത്രപ്രവർത്തകരുടെ എല്ലാം വായടപ്പിക്കുന്ന മറുപടി ആ പത്രസമ്മേളനം നടത്തിയ നേതാവിൽ നിന്ന് വന്നു. യഥാർത്ഥത്തിൽ അവിടെ ഇരുന്ന ചോദ്യം ചോദിച്ച പത്രപ്രതിനിധികളുടെ വായ അടഞ്ഞുപോയി, പലപ്പോഴും വായ അടഞ്ഞുപോയി എന്ന് നമ്മൾ കണ്ടു. പല പത്രപ്രതിനിധികളുടെയും വായ അടപ്പിക്കുന്നതായിരുന്നു, കാതടപ്പിക്കുന്ന ശബ്ദത്തിലുള്ള ആ പത്രസമ്മേളനം നടത്തിയ ആ നേതാവിൻ്റെ സംസാരം, ചോദ്യം. ആ പത്രസമ്മേളനത്തെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ഇവിടെ ശ്രമിക്കുന്നത്. ആ പത്രസമ്മേളനം നടത്തിയ ആളുടെ പേര് കെ സുധാകരൻ എന്നാണ്. അദ്ദേഹം MP ആണ്, KPCCയുടെ പുതിയ പ്രസിഡന്റാണ്. അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം എന്തായിരുന്നു നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ തൻ്റെ മക്കളെ തട്ടിക്കൊണ്ടുപോകാൻ കെ സുധാകരൻ ഗൂഢാലോചന നടത്തിയെന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആരോപണത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ശ്രീ കെ സുധാകരൻ അന്ന് അവിടെ പത്രസമ്മേളനം വിളിച്ചത്. അത് വളരെ പ്രകോപനപരമായൊരു അന്തരീക്ഷമായിരുന്നു. ആ അന്തരീക്ഷത്തിൽ പത്രപ്രതിനിധികൾ പുലി പോലെ ചാടുകയായിരുന്നു കെ സുധാകരൻ്റെ അടുത്തേക്ക്. ചാടിയ അവസരത്തിൽ കെ സുധാകരൻ എന്താണ് ചെയ്തത്? പതിഞ്ഞിരിക്കുകയാണോ ചെയ്തത്? ഒരിക്കലുമല്ല. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാം? അദ്ദേഹം തിരിച്ചു ചോദിച്ചു ചോദ്യങ്ങൾ. എന്തായിരുന്നു ചോദ്യം? അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വാട്സാപ്പിൽ ക്വസ്റ്റ്യൻ തരുന്നത് ആരാണ്? അദ്ദേഹം ചോദിച്ചു. അത് AKG സെൻറ്ററിൽ നിന്നാണോ അഴീക്കോടൻ മന്ദിരത്തിൽ നിന്നാണ്? അഴീക്കോടൻ മന്ദിരം എന്ന് പറഞ്ഞാൽ CPMൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസാണ്. ആരാ തരുന്നത്? സുധാകരൻ ചോദിച്ചു. മാധ്യമപ്രവർത്തകർ മാധ്യമത്തിൻ്റെ പണിയെടുക്കൂ മിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ചോദ്യം അദ്ദേഹം പറയുകയാണ്. മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തനത്തിൻ്റെ പണിയെടുക്കൂ. മാധ്യമപ്രവർത്തകർ ഒരു രാഷ്ട്രീയത്തിൻ്റെയും പക്ഷപാതികളായി മാറരുത്, സുധാകരൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, ഏത് ചോദ്യത്തിനും ഞാൻ മറുപടി പറയാം, പക്ഷേ എന്നെ പേടിപ്പിക്കാനൊന്നും വരണ്ട. അതായിരുന്നു സുധാകരൻ്റെ സംസാരം. അങ്ങനെ പേടിക്കുന്ന ആളൊന്നുമല്ല ഞാൻ, മനസ്സിലായില്ലേ? സ്വന്തം ബുദ്ധിക്ക് ചോദ്യം ചോദിക്കുക. CPMൻ്റെ ഓഫീസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയണമോ? ഇതായിരുന്നു സുധാകരൻ്റെ ചോദ്യം. സത്യത്തിൽ അവിടെ ഇരുന്ന പത്രപ്രതിനിധികൾ അവരെ സ്തംഭിച്ചു പോയി
എന്നുള്ളത് സ്വാഭാവികം. കാരണം ഒരു രാഷ്ട്രീയ നേതാവും ഇതുപോലെ മാധ്യമപ്രവർത്തകരോട് കുറിക്കുകൊള്ളുന്ന രീതിയിൽ മറുപടി പറയാറില്ല സാധാരണഗതിയിൽ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പത്രസമ്മേളനം കഴിയുമ്പോൾ പത്രസമ്മേളനം നടത്തിയ രാഷ്ട്രീയ നേതാവിനെ നിലംപരിശാക്കിയ ആഹ്ലാദത്തോടു കൂടിയാണ് പത്രപ്രതിനിധികൾ, ചെറുപ്പക്കാരായിട്ടുള്ള പത്രപ്രതിനിധികൾ പോലും പുറത്തേക്ക് വരിക. തങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പത്രസമ്മേളനം നടത്തിയ നേതാവ് ചൂളിപ്പോയതിൻ്റെ അനുഭവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടാണ് അവർ പുറത്തേക്ക് വരിക. എന്നാൽ ഇവിടെ ഉണ്ടായത് എന്താ? ഇവിടെ തിരിച്ചാണ് ഉണ്ടായത്. ജാള്യത്തോടു കൂടിയാണ് മാധ്യമപ്രവർത്തകർ ആ പത്രസമ്മേളനം നടത്തുന്നിടത്ത് ഇറങ്ങിപ്പോകുന്നത്. കാരണം പത്രസമ്മേളനം നടത്തിയ ആ നേതാവ് ഈ മാധ്യമപ്രവർത്തകരുടെ ഈ പ്രകോപനത്തിനൊന്നും വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, കുറിക്ക് കൊള്ളുന്നത് പോലെയുള്ള മറുപടികൾ, അവരുടെ നെഞ്ചത്തു തറയ്ക്കുന്ന മറുപടികൾ അദ്ദേഹം ചോദിച്ചു. എവിടുന്നാണ് നിങ്ങൾ, എവിടുന്നുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ കൊണ്ടാണ് നിങ്ങൾ വരുന്നത്? AKG സെൻറ്ററിൽ നിന്നാണോ? അഴീക്കോടൻ മന്ദിരത്തിൽ നിന്നാണോ? ഇതൊന്നും കണ്ട് പേടിക്കുന്നവനല്ല ഞാൻ എന്ന് ആർജവത്തോടുകൂടി ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ വെരണ്ടു, വെളറി പിടിച്ചു, മുഖം അവരുടെ മഞ്ഞളിച്ചു. അതാണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ എന്താണ് കുറച്ചു കാലമായി മാധ്യമപ്രവർത്തകർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ മുട്ടിൽ ഇഴയുകയല്ലേ മാധ്യമപ്രവർത്തകർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കെ സുധാകരൻ നടത്തിയ പത്രസമ്മേളനത്തിൽ പുലി പോലെ ചാടിയല്ലോ മാധ്യമപ്രവർത്തകർ. ഒരു സമയത്ത് തന്നെ എത്രയോ പത്രലേഖകർ ഒരുമിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൽ എന്താണ് ഈ മാധ്യമങ്ങളുടെ പെരുമാറ്റം? എങ്ങനെയാണ്? സമ്പൂർണ്ണമായിട്ടുള്ള നിശബ്ദതയല്ലേ അവിടെ? പല അവസരങ്ങളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുത്തു വിടുന്ന ചോദ്യങ്ങളല്ലേ ചോദിക്കുക. ഇത്തവണ സുധാകരൻ ഒരാഴ്ച കൊടുത്തതായി പറയപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ട ചോദ്യം പോലും ഒരു പിണറായി വിജയന് വേണ്ടപ്പെട്ട ഒരു ചാനലിലെ ഒരു പത്രപ്രതിനിധി, എൻ്റെ സുഹൃത്തും കൂടിയാണ് അദ്ദേഹം, ആ പത്രപ്രതിനിധി എഴുതി കൊടുത്തു വിട്ടനുസരിച്ച് ചോദിച്ചതല്ലേ? എഴുതി കൊടുത്തു വിട്ട് ചോദിച്ചതുകൊണ്ടല്ലേ എഴുതി തയ്യാറാക്കിയ മറുപടിയുമായി പിണറായി വിജയൻ വന്നത്? പിണറായി വിജയൻ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പോവുകയല്ലായിരുന്നു ചെയ്തത്. പിണറായി വിജയനെ പ്രകോപിപ്പിക്കാൻ അവിടെ ഒരു മാധ്യമപ്രവർത്തകനും തയ്യാറായില്ലല്ലോ. സുധാകരനെ പ്രകോപനത്തിൻ്റെ പുറകിൽ പ്രകോപനത്തിലേക്ക് നയിച്ച മാധ്യമപ്രവർത്തകർ അവർ പിണറായി വിജയൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ മൂക്കുമുട്ടയിൽ മുട്ടിച്ച് വിശ്വസ്ത വിനീത വിധേയരായിട്ട് നിൽക്കുന്നതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? പിണറായി വിജയൻ ഒന്ന് ഇരുത്തി നോക്കിയാൽ മുഖം കുനിക്കുകയില്ലേ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ? അവർ പിണറായി വിജയനെ നിരന്തരം ഓശാന പാടിക്കൊണ്ടിരിക്കുകയല്ലേ? അവരല്ലേ പിണറായി വിജയനെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച് ഈ അധികാരത്തിലേക്ക് കയറ്റിയത്? ആ പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ മാധ്യമങ്ങളെ എല്ലാം അടച്ച് ആക്ഷേപിച്ചിട്ടും പിണറായി വിജയനെതിരെ കമാന്നൊരക്ഷരം മിണ്ടാൻ പ്രകോപനപരമായി പരമാവധി ഒരു ചോദ്യം, അതിനപ്പുറത്തേക്ക് ചോദിക്കില്ല. ചോദിച്ചാൽ പിണറായി വിജയൻ്റെ മറുപടിയിൽ അവിടെ തീരും ഈ മാധ്യമങ്ങളുടെ പ്രകോപനം. എന്നാൽ സുധാകരൻ്റെ അടുത്ത് വന്നപ്പോൾ എന്തൊരു ചാട്ടമായിരുന്നു. എന്നാൽ ആ ചാട്ടത്തിന് സുധാകരൻ വഴങ്ങിക്കൊടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഈ മാധ്യമങ്ങൾ കാലിൻ്റെ ഇടയിൽ വാലും ചുരുട്ടിയില്ലേ? അവർ അച്ചടക്കമുള്ളവരെ പോലെ അവിടെ ഇരുന്നില്ലേ? ആ ഇരുന്നത് എന്തുകൊണ്ടാണ്? കെ സുധാകരൻ്റെ ആർജവത്തോടു കൂടിയുള്ള മറുപടി കൊണ്ടല്ലേ. നിങ്ങൾക്ക് വാട്സാപ്പിൽ ആരാണ് ചോദ്യങ്ങൾ തരുന്നതെന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകൻ്റെ നെഞ്ചത്ത് തറയ്ക്കുകയല്ലേ ചെയ്തത്? നിഷ്പക്ഷമായി ചോദ്യം ചോദിക്കേണ്ട മാധ്യമപ്രവർത്തകൻ CPM-ൻ്റെ പാർട്ടി ഓഫീസിൽ നിന്നുള്ള വാട്സാപ്പ് സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നല്ലേ കേരളത്തിലെ പ്രമുഖനായ ഒരു നേതാവ് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞത്? ആ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ അവർക്ക് ജാള്യത വന്നില്ലേ? ആ സുധാകരൻ്റെ ആർജവത്തിന് മുന്നിൽ മാധ്യമപ്രവർത്തകർ ചുളുങ്ങിപ്പോയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലിൻ്റെ ഇടയിൽ വാലി ചുരുട്ടേണ്ടി വന്നില്ലേ അവർക്ക്? ഇത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒരു പാഠമായിരിക്കണം. മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ചെല്ലുമ്പോൾ അവരുടെ മുന്നിൽ അച്ചടക്കത്തോടു കൂടി നിൽക്കേണ്ട ആളുകളല്ല കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും. മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ ചുളുങ്ങേണ്ട ഒരു ഉൽപ്പന്നമല്ല കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ. മാധ്യമപ്രവർത്തകർ പ്രകോപനം കാണിച്ചാൽ മാധ്യമപ്രവർത്തകരോട് തിരിച്ച് മാന്യമായ രീതിയിലുള്ള പ്രകോപനം കാണിക്കാനുള്ള ആർജവും ഇച്ഛാശക്തിയും കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉണ്ടാവണം. അതിന്നില്ല എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. അതുകൊണ്ട് കെ സുധാകരൻ കാണിച്ചിട്ടുള്ള ഈ മാതൃക പിന്തുടരാൻ ബാക്കിയുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ തയ്യാറാവണം. ചെറിയ ചെറിയ പിള്ളേരാണ് മാധ്യമപ്രവർത്തകരാകുന്നത്. മാധ്യമപ്രവർത്തകരായി കഴിഞ്ഞാൽ
ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്തും എന്തും ചോദിക്കാനുള്ള സർട്ടിഫിക്കറ്റാണ് ലഭിക്കുന്നതെന്നാണ് ഓരോ മാധ്യമ സ്ഥാപനങ്ങളിലേക്കുമൊക്കെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകർ കരുതുന്നത്. ഒരിക്കലുമല്ല. അവർക്ക് ബഹുമാനം ഉണ്ടാവണം രാഷ്ട്രീയ നേതാക്കന്മാരോട്. രാഷ്ട്രീയ നേതാക്കന്മാർ 2, 3, 4 പതിറ്റാണ്ടുമൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാണ്. അവരോട് ചോദ്യം ചോദിക്കുന്നതിനൊരു ഡെക്കോറം നിലനിർത്താൻ മാധ്യമപ്രവർത്തകർ കഴിയണം. അത് ഇന്നത്തെ മാധ്യമപ്രവർത്തകർക്കില്ല. ആ മാധ്യമപ്രവർത്തകർക്ക് ഏത് രാഷ്ട്രീയ നേതാവിനോടും എന്തും ചോദിക്കാമെന്നുള്ള ഒരഹങ്കാരമുണ്ട് മാധ്യമപ്രവർത്തകർ. ആ അഹങ്കാരത്തിനുള്ള മുഖമടച്ചുള്ള അടിയാണ് കെ സുധാകരൻ നൽകിയത്. ഇതൊരു മാതൃകയാവണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കേണ്ട കാര്യം, പ്രകോപനത്തോടുകൂടി രാഷ്ട്രീയ നേതാക്കന്മാരോട് ഇടപെട്ടാൽ തിരിച്ചു പ്രകോപനത്തിന് തയ്യാറാവുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടെ ഉണ്ട് എന്ന് മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കണം. അവസാനമായി പറയാനുള്ളത്, കെ സുധാകരനോട് കാണിക്കുന്ന പ്രകോപനം, കെ സുധാകരനോട് ചോദിക്കുന്ന പ്രകോപനപരമായിട്ടുള്ള ചോദ്യങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ നട്ടലുള്ള, ആർജവമുള്ള, ഇച്ഛാശക്തിയുള്ള എത്ര മാധ്യമപ്രവർത്തകർ കേരളത്തിലുണ്ട് എന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കറിയാനുള്ള താല്പര്യമുണ്ട്. കേരളത്തിൽ പിണറായി വിജയനോട്, സുധാകരനോട് ചോദിച്ചതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ആർജവമുണ്ടോ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക്? സുധാകരൻ്റെ പത്രസമ്മേളനത്തിൽ അവർ കാണിച്ച പ്രകോപനം, ആ പ്രകോപനം പിണറായി വിജയനോട് കാണിക്കാൻ ധൈര്യമുണ്ടോ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് എന്ന് കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്.